മുഅ്മിനീങ്ങളെ, എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം ഇബ്ലീസിന്റെ ഹിജാബാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ അല്ലാഹുവിന്റെ അവ്വലുൻ നൂറാണ് മനുഷ്യൻ. അവ്വലുൻ നൂറാണ് മനുഷ്യൻ. അല്ലാഹുവിന്റെ അവ്വലുൻ നൂറ് ആകാശമല്ല, നക്ഷത്രങ്ങളല്ല, സൂര്യനല്ല, ഒന്നുമല്ല. അല്ലാഹുവിന്റെ അവ്വലുൻ നൂറാണ്. അല്ലാഹുവിന്റെ ഖൽഖ് ഈജാദിലെ അവ്വലുൻ നൂറാണ് മനുഷ്യൻ. വമിൻ നൂരിഹി ഖലഖല്ലാഹു റൂഹ മുഹമ്മദ് വനൂറ മുഹമ്മദ് വഹുവ അവ്വലു ഖൽഖില്ലാഹ് ഫഇന്നഹു മിൻ ജിൻസിൽ ബശർ അക്രമനല്ലാഹു ബിഅന്നഹു അഅതാനാ മിൻ നൂരിഹിൽ അവ്വൽ വമിൻ ഖൽഖിഹിൽ അവ്വലിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽഖ് ഈജാദിലെ അവ്വലായ കാര്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ നേതാവല്ലേ ആദ്യത്തെ സൃഷ്ടി മുഹമ്മദ്. അപ്പൊ അവനും നമ്മളും തമ്മിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. പിന്നെന്താ പ്രശ്നം? പിന്നെ ഒരു പ്രശ്നമേ ഉള്ളൂ. قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا. ഈ വർഗത്തെ ഞാൻ നശിപ്പിക്കും എന്ന് അല്ലാഹുവിന്റെ ശത്രു തീരുമാനിച്ചു. അല്ലാഹുവിനോട് പിരിയുന്ന നേരത്ത് അവൻ പറയാണ്, എന്ത് ഈ വർഗത്തെ ഞാൻ അടിമുടി നശിപ്പിക്കും. ഈ വർഗത്തെ നശിപ്പിക്കാതെ എനിക്ക് നിലനിൽക്കാൻ കഴിയൂല. ഈ വർഗത്തെ നശിപ്പിക്കലല്ലാത്ത ഒരു താല്പര്യവും ലക്ഷ്യവും എനിക്കില്ല. ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ. എനിക്ക് ആയുസ് ലഭിച്ചാൽ നശിപ്പിക്കും. അപ്പോൾ പ്രശ്നം എന്താണ്? നമ്മെ നശിപ്പിക്കാൻ ഇറങ്ങി ആര്? ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന് പരിഹാരം അവിടെ തന്നെയുണ്ട്. എന്താ പരിഹാരം? മിൻ ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. اللهم اجعلنا منهم اللهم اجعلنا منهم. അവിടെ തന്നെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. എന്റെ അടിമകളുണ്ട്, എന്റെ ഇഷ്ടദാസന്മാരുണ്ട്. അവരുടെ മേൽ നിനക്കൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല. അവർക്കെന്നും ഞാൻ മതിയാവും. അപ്പൊ എന്താ പ്രശ്നത്തിന്റെ പരിഹാരം? മുഅ്മിനെ അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു അല്ലാതെ ഒരു പരിഹാരവുമില്ല. അല്ലാഹുവിലേക്ക് മടങ്ങിയാലല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നുമില്ല. വഞ്ചിതരായ മനുഷ്യർ ഇപ്പോൾ പറയാണ് അടുത്ത പ്രശ്നം പരിഹരിക്കും. ഒരു 23-ാം തീയതിക്ക് ശേഷം അടുത്തൊരു 23-ാം തീയതി വന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇവിടെ വെള്ളരിക്കാ പട്ടണമാകാൻ പോവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടണ്ട. എല്ലാ ജനാധിപത്യ പ്രക്രിയകളിലും പങ്കാളികളാവുക. പ്രശ്നങ്ങൾ പരിഹരിക്കൂല ഒരിക്കലും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത തിരുത്താതെ അല്ലാഹു തിരുത്തുകയില്ല. അതൊരു പ്രകടന പത്രികയിലും എഴുതിയിട്ടുമില്ല. പക്ഷേ അതൊരു പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബാ. എക്കാലത്തെയും ഏറ്റവും നല്ല വാർത്ത ഇറക്കിയതാണ്. ആ വാർത്തയുടെ മർമ്മം പ്രശ്നത്തിന്റെ പരിഹാരം എന്താ പ്രശ്നം? അപ്പോഴല്ലേ പരിഹാരം ഉണ്ടാവുള്ളൂ. ആദ്യം നീ രോഗം പഠിക്കുക, എന്നിട്ടല്ലേ ചികിത്സ. എന്റെ രോഗം അല്ലാഹുവിൽ നിന്ന് അകലം വന്നവരാണ് പ്രശ്നം. അല്ലാഹു കാക്കട്ടെ. ബസ് അതിന്റെ ആളാരാ? ഇബ്ലീസ്.
ഇബ്ലീസിന് നമ്മളെ തടി വിട്ടുകൊടുത്തു. ഇത്തിബാഉൽ ഹവാ. ഒരു പ്രശ്നവും പരിഹരിക്കുകയില്ല. ഒരാൾ പറഞ്ഞാൽ അവൻ കള്ളവാദിയാണ്. ആരും പറയുന്നത് കള്ളവാദിയാണ്. ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. അല്ലാഹു അല്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. അല്ലാതെ ഇവരെ വെള്ളരിക്കാൻ പട്ടണം നിർമ്മിക്കപ്പെടുമെന്ന് അങ്ങനെ ആസ്വദിച്ചിരിക്കേണ്ട. പ്രശ്നം പരിഹരിക്കുകയില്ല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചോടണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ പ്രശ്നം? അല്ലാഹുവിൽ നിന്നകന്നതാണ് പ്രശ്നം. എന്താണ് പരിഹാരം? അല്ലാഹുവിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബസ് വേറെ പരിഹാരമില്ല. വേറെ ഒരു പരിഹാരമില്ല. وتوكل على الحي الذي لا يموت. ഒരിക്കലും മരിക്കാത്തവനെ ഏൽപ്പിക്കുക. وتوكل على الحي الذي لا يموت. ഒരിക്കലും മരിക്കാത്തവനെ ഏൽപ്പിക്കുക. لا تأخذه سنة ولا نوم. ഒന്നും അവനെ ബാധിക്കൂല. ഒരശ്രദ്ധയില്ല, ഒരു ഉറക്കല്ല, ഒരു തൂങ്ങി ഉറക്കല്ല, ഒരശ്രദ്ധയില്ല. അവൻ സദാ സമയവും നോക്കിക്കൊണ്ടേയിരിക്കുക. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവൻ നോക്കിക്കൊണ്ട് അവനെ വിട്ടുകൊടുക്ക്. ഒരു പ്രശ്നവും പരിഹരിക്കില്ല. ഒരു പ്രശ്നവും അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയുകയില്ല. അല്ലാഹു എന്ന പേരിൽ തല്ലുകൂടുകയല്ല വേണ്ടത്. അല്ലാഹു എന്ന പേരിൽ കല്ലുകൂടിയിട്ട് 1 നൂറ്റാണ്ട് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തിയവരെ, അല്ലാഹു എന്ന മഅരിഫത്തിന്റെ അഴക് നഷ്ടപ്പെടുത്തി നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകണം. അല്ലാഹു അല്ലാത്ത ഒരു പരിഹാരവുമില്ല. അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാത്തൊരു പരിഹാരവും ഇല്ല. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കും. إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. بس വേറൊരു പരിഹാരമില്ല. അവൻ അല്ലാഹുവാണ്. വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദി ഫഹസ്ബുക അല്ലാഹു ഫീ കുല്ലി ലക അല്ലാഹു. ഒക്കെ അല്ലാഹുവാണ്. എന്തിനും പരിഹാരം അല്ലാഹുവാണ്. ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദി ഫഹസ്ബുക അല്ലാഹു ഫീ കുല്ലി ലക അല്ലാഹു. നീ വലുതാകുന്നത് നീ നിർത്തിയിട്ട് നീ ആദ്യം കേട്ട സ്വരത്തിലേക്ക് നീ മടങ്ങണം. പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഇപ്പോൾ മത്സരമാണ് വലുതാകാൻ. വലുതായവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല. ചെറുതായവരെ സഹായിക്കുന്നവനാണ് അള്ളാഹു. വലുതാകുന്ന പണി നിർത്തിയിട്ട് ചെറുതാകാൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നലെയല്ലേ കുട്ടി, മിനിഞ്ഞാന്നല്ലേ ഇസ്രാ? ഇന്നലെ മിനിഞ്ഞാന്നല്ലേ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞില്ലേ? പറ, എന്താ ഇസ്രായിന്റെ പാഠം? ഇസ്രായിന് അല്ലാഹു മുഹമ്മദിനെ കൊണ്ടുപോയില്ല. മുഹമ്മദിനെ കൊണ്ടുപോയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെയും കൊണ്ടുപോയില്ല, റസൂലിനെയും കൊണ്ടുപോയില്ല. പിന്നെ ആരെയാ കൊണ്ടുപോയത്? അടിമയെ കൊണ്ടുപോയി. സുബ്ഹാനല്ലദീ അസ്റാ ബി മുഹമ്മദ്. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല. തിരുത്ത് മാനവ, തിരുത്ത് മാപ്പള, തിരുത്ത് മുസൽമാനെ, നീ തിരുത്ത്. മുഹമ്മദിനെ കൊണ്ടുപോയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കൊണ്ടുപോയില്ല, റസൂലിനെയും കൊണ്ടുപോയില്ല. ആരെയെ കൊണ്ടുപോയി? അടിമയെ കൊണ്ടുപോയി. അടിമ എന്ന് പറഞ്ഞാൽ ഓ സബ്സേ നീച്ചേ ഹേ, ഓ സബ്സേ നീച്ചേ, उससे नीचे कुछ भी नहीं है, वो कोई भी नहीं है. അതിന്റെ അടിയിൽ ഒന്നുമില്ല, അതിനടിയിൽ ആരുമില്ല. അതല്ലേ ആര്? അടിമ. അടിമ എന്ന് പറഞ്ഞാൽ അയാളാണ്, പിന്നെ ആരുമില്ല. തൊഴിലാളിയല്ല. തൊഴിലാളിക്കുണ്ട് അവകാശം. അടിമ അസോസിയേഷൻ ഇല്ല.
തൊഴിലാളിക്ക് അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ ഇല്ലാത്ത ഒരാളാണ് ഓ സബ്സെ നീച്ചേ, അയാളെ കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി. മുഹമ്മദ് നബിയ എല്ലാം ഉണ്ടായത്. ഈ അടിമ മുഹമ്മദ് നബിയാണ്, അത് വേറെ രസമാണ്. പക്ഷേ കൊണ്ടുപോയത് മീൻ ഹൈസു ഇന്നഹു മുഹമ്മദുൻ എന്ന അടിസ്ഥാനത്തിലല്ല, മീൻ ഹൈസു ഇന്നഹു അബ്ദുൻ എന്ന അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ പറഞ്ഞത്? അയൽപക്കത്തെ മമ്മദ് നമ്മളെ പെങ്ങളെ കല്യാണം കഴിച്ചാൽ മമ്മദിന്റെ കാല് കഴുകിയിട്ട് നമ്മൾ അകത്ത് കയറ്റും. അത് മീൻ ഹൈസു ഇന്നഹു മുഹമ്മദുൻ എന്ന അടിസ്ഥാനത്തിലല്ല, മീൻ ഹൈസു ഇന്നഹു പുതിയാപ്പിള എന്ന അടിസ്ഥാനത്തിലാണ്. ആള് മുഹമ്മദ് തന്നെ. പക്ഷെ അയാളെ കാല് കഴുകിയത് പുതിയാപ്പിളായതുകൊണ്ടാണ്. വളരെ ചിന്തിക്കണം. ആദ്യം കേട്ട സ്വരത്തിലേക്ക് മടങ്ങണം. എന്താണ് ആദ്യം കേട്ട സ്വരം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലിയവൻ അല്ലാഹുവാണ്, വലിയവൻ അല്ലാഹുവാണ്, വലിയവൻ അല്ലാഹുവാണ്, പിന്നെയും വലിയവൻ അല്ലാഹുവാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. എന്താ നിനക്ക് 4 ജീവിതമാണുള്ളത്. 4 വട്ടം പറഞ്ഞു. 1 ഹയാത്തുൽ ദുനിയവിയ, 2 ഹയാത്തുൽ ബർസഖ്, 3 ഹയാത്തുൽ മഹ്ശർ, 4 അൽ ജന്ന അവിന്നാർ. അല്ലാഹു കാക്കട്ടെ. ഇതാണ് 4. ഇങ്ങോട്ട് കേറ്റി. അതിന്റെ കൂടെ ഉണ്ടോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 4 തവണയാണ് ആദ്യം ചെവി പറഞ്ഞത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മാനവ, നിനക്ക് 4 ജീവിതമുണ്ട്. ഒരു ജീവിതം ഏതാ? അൽ ഹയാത്തുൽ ദുനിയവിയ, 2 ഹയാത്തുൽ ബർസഖിയ, 3 ഹയാത്തുൽ അശ്രിയ, 4 അൽ ജന്നത്തു അവിന്നാർ. അവിടെ ഈ 4 ലോകത്തും ഒരധികാരിയേ ഉള്ളൂ, ഒരു ചക്രാധിപതിയേ ഉള്ളൂ. അത് മറ്റാരുമല്ല, അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇതാണ് ആദ്യം നമുക്ക് തന്ന ബേസിക് ഇൻഫർമേഷൻ. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പറ. നമുക്ക് ആദ്യം കിട്ടിയ ബേസിക് ഇൻഫർമേഷൻ അതാണ്. അരിവും ഭാവം പഠിപ്പിച്ചതല്ല, നമുക്ക് കിട്ടിയ ബേസിക് ഇൻഫർമേഷൻ. 4 ലോകണ്ട് ഇനി നിന്റെ മുന്നിൽ. ആ 4 ലോകത്തും ഒരു അധികാരിയാണുള്ളത്. ആര്? അല്ലാഹ്. അതുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് മടങ്ങണം. വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദി. ഒരാളും നിന്റെ കൂടെ ഉണ്ടാവില്ല. ഒരു വിരലനക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. ഒരാൾക്കൊരധികാരം മാറ്റാൻ കഴിയുകയില്ല. ഒരാൾക്കൊരു കാര്യം നിർമ്മിക്കാൻ കഴിയുകയില്ല. ഇന്ന് സൂര്യൻ രാവിലെ ഉദിക്കരുത് എന്ന് ആ ഛത്രാധിപതി വിചാരിച്ചിരുന്നുവെങ്കിൽ അത് ഉദിക്കുകയില്ല, അത് ചലിക്കുകയില്ല. സൂര്യൻ ചലിക്കുമെന്നല്ല പറഞ്ഞത്, അതിനെ ഒരു ജ്ഞാനി ചലിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. ഒരു പ്രതാപിയും ജ്ഞാനിയും. വർഷം സുദ്ധജിരി ഒരു മഹാജ്ഞാനിയും ഏറ്റവും പ്രതാപിയുമായ ഒരാൾ. മഹാജ്ഞാനിയാണ്, ഏറ്റവും പ്രതാപിയുമാണ്. ശരിപ്പിക്കാം. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഗോളമാണ് സൂര്യൻ. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഗോളമാണ് സൂര്യൻ. എന്നിട്ട് സെക്കൻഡിൽ അത് 20 കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ. എന്ത് സൂര്യൻ? ചിന്തിക്ക്. ഭൂമിയേക്കാൾ അതിന് 3 ലക്ഷം ഇരട്ടി വലിപ്പമാണ്. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ ഒരു സെക്കൻഡിൽ അവൻ സഞ്ചരിപ്പിക്കും. 20 ഒരു സെക്കൻഡിൽ. നമുക്ക് നീണിക്കണമെങ്കിൽ എത്ര നേരം? ആകുള്ളത് 62 കിലോ അല്ലെങ്കിൽ 23 കിലോ. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ ഒരു സെക്കൻഡിൽ ഇങ്ങോട്ട് കയറും. അതാരും അതൊറ്റയ്ക്ക് കയറല്ല. വർഷം
تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. അല്ലാഹുവാണ് പരിഹാരം, ഒരു പരിഹാരവും ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തരാം. അതൊരു കഥയാണ്. ഒരു കുഞ്ഞുമോന്റെ 12ാമത്തെ വയസ്സിൽ ആ കുഞ്ഞുമോൻ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതാണ് ഇന്നത്തെ നമ്മുടെ കഥ. ഒരു കുഞ്ഞുമോൻ 12 വയസ്സായ കുഞ്ഞുമോൻ 12ാമത്തെ വയസ്സിൽ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തെറിയപ്പെട്ടു. കുഞ്ഞുമോൻ മറ്റാരുമല്ല, യൂസുഫ് അലൈഹിസ്സലാം. അന്ന് നബിയായി ഉദയം വന്നിട്ടില്ല, അന്ന് നബിയായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം. സയ്യിദ്നാ യൂസുഫ് ഇല്ല, സയ്യിദ്നാ യൂസുഫ് പാവം കുഞ്ഞുമോൻ സയ്യിദ്നാ യൂസുഫ്, പക്കപ്പറ സയ്യിദ്നാ യൂസുഫ്. എന്താ ഉണ്ടായത്? ഇതിനേക്കാൾ ഒരു ഭീകരത ഉണ്ടോ ലോകത്ത്? 10 തടിമാടന്മാര് കൂടി ഒരു കുഞ്ഞുമോനെ പിടിച്ചിട്ട് നഗ്നനാക്കിയിട്ട് ആ കുഞ്ഞുമോനെ വിവസ്ത്രനാക്കിയിട്ട് ആ പ്രജ്ഞയറ്റ കൂട്ടത്തോലെ ഒരു കാല് പിടിച്ച് കരഞ്ഞിട്ട് 10 ആണുങ്ങളെ ഇതൊരു കുഞ്ഞുമോനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചു തള്ളുക. ദിക്കുകൾ കേൾക്കാനറിയാനോ കേൾക്കാൻ ഒരു മനുഷ്യൻ അവിടെയില്ല, പക്ഷെ ഒരാൾ അവിടെ. ഒരാൾ കേട്ടു. ആ കുഞ്ഞുമോൻ എന്താ പറയുക? യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് اللهم يا شاهدا غير غائب ويا قريبا غير بعيد ويا غالبا غير مغلوب يا شاهدا കണ്ടുകൊണ്ട് നിൽക്കുന്നവനെ, യാ ഖരീബ് എന്റെ കണ്ടനാടിയേക്കാൾ എന്നോട് അടുത്തുള്ളവന്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഞാൻ അവന്റെ കണ്ടനാടിയേക്കാൾ അവന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞവനെ, വയാ ഖാലിബൻ ഗൈറ മഗ്ലൂബ് എന്നും ജയിക്കുന്നവനെ, പരാജയമില്ലാത്തവന്. കുഞ്ഞുമോൻ എത്ര വയസ്സ്? 12. രക്ഷിക്കേണ്ട കൈതാണ് കുഞ്ഞുമോനെ ഈ കുട്ടിയെ ശിക്ഷിക്കുന്നത്. ഒരു മൃഗം, ഒരു വേട്ടമൃഗം, ഒരു ഹിംസ്ര ജന്തു അല്ലെങ്കിൽ ഒരു ശത്രു, ഒരു കള്ളനോടി വന്നാൽ അഭയം തേടി ഓടേണ്ടത് ഈ കാക്കന്മാരടുത്തേക്കല്ലേ. ആ കാക്കന്മാരാണ് ഈ കുട്ടിയെല്ലാം നഗ്നനാക്കി പ്രജ്ഞയെത്തി കുട്ടിയെ വയാബത്തിൽ ജുബി മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തുള്ള ഒരു പൊട്ടക്കിണറ്റിന്റെ ഇരുളുകളിലേക്ക് വലിച്ചെറിഞ്ഞു ആ കുഞ്ഞുമോനെ. ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയും വികസിക്കാത്ത കാലത്ത് BC 1600 മറ്റോ ആയിരിക്കാം ഈ സംഭവം. BC ഇത് AD 21-ാം നൂറ്റാണ്ടാണ്. BC 1600-കളായിരിക്കാം ഈ സംഭവം എന്ന് അനുമാനിക്കപ്പെടുന്നു. സയ്യിദ്നാ യൂസുഫ് فلما ذهبوا به واجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. അപ്പോൾ ഞാൻ ആ കുഞ്ഞുമോന് വഹി അറിയിച്ചു, നീ പേടിക്കണ്ട. ലതുനബ്ബിഅന്നഹും ഹാദാ ഇവരോട് തന്നെ ഒരു ദിവസം നീ ഇത് നിവർന്നിരുന്ന് തിരിച്ചു പറയൂ. നീ അല്ലേ നിങ്ങളത് ചെയ്തില്ലേ എന്നൊരു ദിവസം നീ അവരോട് തിരിച്ചു പറയും. അവരെ നിനക്കന്നറിയും. അവർക്കാകട്ടെ അന്ന് എന്നെ അറിയുകയുമില്ല. ഇനി ഒരിക്കൽ നിന്റെ കാൽക്കല്ല. ആര് പറഞ്ഞു? ആ പൊട്ടക്കിണറ്റിൽ വെച്ച് ആര് പറഞ്ഞു? അല്ലാഹ്. എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് ഈ വികാരിയെ പേടിക്കുന്നത്? എന്തിനാണ് നാക്കാരിയെ പേടിക്കുന്നത്? ഒരിക്കലും മരിക്കാത്തവനെ അഭയം തേട്. അത് പറയാനല്ലേ പ്രവാചകന്മാർ വന്നത്.
അത് പറയാനല്ലേ വേദഗ്രന്ഥങ്ങൾ വന്നത്. അല്ലാഹു അല്ലാഹ് അല്ലാഹു വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദി ഫഹസ്ബുക അല്ലാഹു ഫീ കുല്ലി ലക അല്ലാഹു. ഈ കുഞ്ഞിനോട് അല്ലാഹു പറഞ്ഞു, കുട്ടി നീ പേടിക്കണ്ട, നീ അവരോടൊരു ദിവസം തിരിച്ചു പറയും 12 വയസ്സായ കുഞ്ഞുമോന് നാം വഹി അറിയിച്ചു. എന്ത്? ലതുനബ്ബി അന്നഹും ബിഅംരിഹിം ഹാദാ. അവർ ഈ ചെയ്ത കാര്യം ഒരിക്കൽ നീ അവരോട് പറ, തിരിച്ചു പറയുക തന്നെ ചെയ്യും. വഹും ലാ യശഊൻ. അവർക്ക് അന്ന് ഒരു ബോധവും ഉണ്ടാവുകയുമില്ല. പിന്നെന്താ ഉണ്ടായത്? പിന്നെ ഈ കുട്ടിയെ നമ്മൾ കാണുന്ന എവിടെ നിങ്ങൾക്കറിയോ? പിന്നെ കാണുന്നത് നിങ്ങളുടെ സ്ഥലം ഞാൻ പറഞ്ഞില്ല. وقال الملك ائتوني به استخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين قال اجعلني على خزائن الأرض إني حفيظ عليم. പിന്നെ ഈ കുട്ടിയെ നമ്മൾ കാണുന്നത് രാജാവ് ധൃതി കൂട്ടുന്നതാണ്. വേഗം കൊണ്ടുവാ യൂസുഫിനെ ജയിലിൽ നിന്ന് അലൈഹിസ്സലാം. അന്നത്തെ ഛത്രാധിപതിയായ മിസ്റിന്റെ ഭരണാധികാരിക്ക് ധൃതിയായി ആരെ കാണാൻ? പറ, യൂസുഫിനെ കാണാൻ. എത്രയും പെട്ടെന്ന് യൂസുഫിനെ കൊണ്ടുവരാം. ഞാൻ യൂസുഫിനെ എന്റേതാക്കട്ടെ. ഓ, അവിടെ ആ കണക്ക്. ആർക്കും വേണ്ടാത്തവനെ ആയിരുന്നു ഇയാള്. പിന്നെ ആരെ ഏൽപ്പിച്ചത്? പൊട്ടക്കിണറ്റിലേക്ക് വീടുമ്പോ ആരെ ഏൽപ്പിച്ചത്? പിന്നെന്താ ഉണ്ടായത്? وقال الملك ائتوني به استخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. പിന്നെന്താ ഉണ്ടായത്? രാജാവിന് ധൃതിയായി. രാജാവിനെ കുഞ്ഞുമോനെ ഈ ചെറുപ്പക്കാരനെ കാണണം. അന്ന് ജയിലിലാണ് സയ്യിദ്ന. ഒക്കെ പറ, സയ്യിദ്ന ഞാൻ എന്റേതാക്കട്ടെ. ആ യൂസുഫ് വന്നാൽ പിന്നെ നിങ്ങൾ ആരും വേണ്ടത്, എനിക്ക് ഒറ്റയ്ക്ക് മിണ്ടണം അയാളോട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ആരെ കാണാൻ? പറ, യൂസുഫിനെ കാണാൻ. അലൈഹിസ്സലാം കാല് പിടിച്ച് കേണതാണ്. ചേട്ടന്മാരെ കക്കന്മാരെ ഒന്നും ചെയ്യരുത്. ഒന്നും അവര് അഭയം കൊടുത്തില്ല. പിന്നെ അഭയം തേടി ആരെ? അല്ലാഹുവിനെ. അവൻ ഹയ്യുല്ലായ മൂട്ടാണ്. നമ്മളോടും പറഞ്ഞത് വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത ജീവിക്കുന്നവനെ അഭയം തേടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെന്താ ഉണ്ടായത്? فلما كلمه قال إنك اليوم لدينا مكين أمين. സംസാരിച്ചപ്പോൾ രാജാവിന്റെ വല്ലാത്തൊരു സന്തോഷം. എന്തൊരു മഹാൻ, എന്തൊരു ന്യായം, എന്തൊരു സത്യം, എന്തൊരു ധർമ്മം, എന്തൊരു നീതി, എന്തൊരു മനോഹരമായ സംസാര വചസ്സുകൾ. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി ആര്? രാജാവ്. പിന്നെന്താ ഉണ്ടായത്? പിന്നെ വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി യതബവ്വഉ മിൻഹാ ഹൈതു യശാ. പിന്നെന്താ ഉണ്ടായത്? وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. പിന്നെന്താ ഉണ്ടായത്? നാം യൂസുഫിന് അലൈഹിസ്സലാം ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് ഉദ്ദേശിച്ചിടത്ത് വസിക്കാം. എവിടെയും കൊട്ടാരത്തിൽ പാർക്കാം. ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ എവിടെ പാർപ്പിച്ചു? പൊട്ടക്കണക്കിന്റെ ഇരുളുകളിൽ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തിയിട്ട്
സ്വാതന്ത്ര്യം കൊടുത്തു. എവിടെയും പാർക്കാം, പരിസരവാസികൾക്ക് സന്തോഷം. ഇവിടെ കൊട്ടാരം വെക്കാം, അവിടെ കൊട്ടാരം വെക്കാം. വക്കദാലിക മക്കന്ന നാം സൗകര്യപ്പെടുത്തി കൊടുത്തു. യൂസുഫ പറ, യൂസുഫ് ഫിൽ അർളി, ഭൂമിയിൽ യതബവഉ മിൻഹാ ഹൈതു യശാ, അദ്ദേഹത്തെ ഉദ്ദേശിച്ചിടത്ത് വസിക്കാം. എവിടെ പോകാം, എവിടെയും വരാം, എവിടെയും പോവാം, എവിടെയും പാർക്കാം, എവിടെയും കൊട്ടാരം കേൾക്കാം. നുസീബു ബിറഹ്മതിനാ മൻ നശാ, നാം ഉദ്ദേശിച്ചവർക്ക് നമ്മുടെ അനുഗ്രഹം നാം എത്തിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم، وكبر اللهم اجعلنا منهم، اللهم اجعل ولا نضيع اجر المحسنين. ഒരു സുകൃതിയുടെ കർമ്മവും നാം പാഴാക്കി കളയുകയില്ല, ഒരു സുകൃതിയെയും നാം വെറുതെയാക്കുകയില്ല. നന്മ ചെയ്യുന്നവനെ ഒരിക്കലും ഞാൻ വെറുതെയാക്കൂല. നന്മ ആഗ്രഹിക്കുന്നവനെയും എന്നിൽ അഭയം തേടുന്നവനെയും ഒരിക്കലും ഞാൻ വെറുതെയാക്കൂല. ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. ഊഹാപോഹമുള്ള മജ്‌ലിസുകൾ നിരാകരിക്കുക. വെറുതെ ഊഹാപോഹം സൃഷ്ടിക്കരുത്. ഇപ്പോൾ നമുക്കൊരു പണിയുണ്ട്, വെറുതെ ഊഹാപോഹം സൃഷ്ടിക്കും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. ഒരു പേടിയും വേണ്ട. ആരെ അഭയം തേടിയാൽ പറയാവൂ. അവൻ അഭയം തേടിയിട്ടില്ലെങ്കിൽ എല്ലാം വരും, ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولا أجر الآخرة خير للذين آمنوا وكانوا يتقون. يا الله يا الله يا الله يا الله. സ്വർഗീയ സുഖാനുഭൂതി എവിടെ തന്നെ? ഭൂമിയിൽ. പിന്നെ വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു. അതിനൊക്കെ പുറമെ എത്രയോ വലിയ നേട്ടം എവിടെ വരാനുമുണ്ട്. പറ, എവിടെ വരാനുണ്ട്? ആഖിറത്തിൽ. സ്വൈരവിഹാരത്തിൽ അങ്ങനെ ജീവിക്കാം. എവിടെ? ഭൂമിയിൽ. എന്നാൽ വലാജറുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. പിന്നീട് ഛത്രാധിപ സ്ഥാനത്ത് കയറിയിരുന്നു സയ്യിദുന യൂസുഫ്. യൂസുഫിന്റെ സഹോദരങ്ങൾ വന്നു. ഫദഖലു അലൈഹി, അങ്ങനെ ദർബാറിൽ പ്രവേശിച്ചു. റേഷന് വരികയാണ്. അവർക്ക് ഇയാളെ മനസ്സിലായില്ല. ഇവർക്ക് അദ്ദേഹത്തിന് ശരിക്കറിയാം. അന്ന് കാലിൽ നിന്ന് അന്ന് കുപ്പായച്ച ഈ കാക്ക ഇതാണ്, ട്രൗസർ അയച്ച കാക്ക അതാണ്, കൂട്ടിപ്പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയ കാക്ക ഇതാണ്. എല്ലാ കാക്കാനെയും ആർക്കറിയാം? ആർക്കറിയാം? അപ്പൊ ഒരു ഇരുത്തമുണ്ട് ഈ ആൾക്ക്. അദ്ദേഹത്തിന്റെ തലയിൽ അപ്പോൾ താജ് മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കിരീടമുണ്ട്. അല്ല, കുർസി മിൻ ദഹബിൻ, അദ്ദേഹം ഇരിക്കുന്നത്. പിന്നെ ഇവര് മിസ്രിൽ നിന്ന് കനാനിലേക്കുള്ള 1 മാസത്തെ വഴിദൂരം പറഞ്ഞുകൊണ്ട് പോവാണ്. ഈ ആളുടെ ഒരു ഭംഗി, ഇയാൾ ആരാന്നറിയൂല, നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. ഇവര് പറയാ ഒരാളുടെ ഒരു ഭംഗി എന്താ, എന്തൊരു ഭംഗിയാ, അതിനനുസരിച്ച് സ്വർണത്തിന്റെ കിരീടം, സ്വർണത്തിന്റെ കിരീടം, സ്വർണത്തിന്റെ കസേര, കമീസ് ഇട്ടിട്ടുണ്ട്. ആ കമീസിന്റെ ഓരോ ബട്ടൺസും സ്വർണം. സ്വർണത്തിന്റെ വളകള്. മനസ്സിലായില്ല? ആ ശരീരത്തിൽ പുരുഷന്മാർക്ക് അത് അനുവദനീയമാണെന്ന് സാന്ദർഭികമായി. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ജ്വല്ലറിക്കാർക്കും പോവാം. മനസ്സിലായില്ലേ? ആ ശരീരത്തിൽ പുരുഷന്മാർക്ക് സ്വർണം അനുവദനീയമാണ്. ഈ ശരിയാത്തല്ല, ആ ശരിയാത്ത് പറയാം. അപ്പൊ ഇങ്ങനെ ഇരുത്തം. അവരിങ്ങനെ നോക്കിപ്പോയി, എന്താ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അല്ലാ, സ്വർണത്തിന്റെ സിംഹാസനം, സ്വർണത്തിന്റെ പറ, കിരീടം, നിറയെ സ്വർണങ്ങള്, സ്വർണത്തിന്റെ വളം, ഒരിരുത്തം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫഅറഫഹും, വന്നപ്പോഴത്തിന് അവരെ അദ്ദേഹത്തിന് അറിഞ്ഞു. ഓഹും ലഹു മുൻകിറൂൻ, അവർക്ക് അദ്ദേഹത്തോട്ട് അറിഞ്ഞതുമില്ല.
പിന്നെ അന്ന് റേഷൻ കൊടുത്തയച്ചു. പിന്നത്തെ തവണ എന്തായി? രണ്ടാം തവണ ഉണ്ടായ ഒരു വിഷയത്തിൽ അനുജനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വലിയ സംഭവം, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ മൂന്നാം തവണ വരുന്നുണ്ട്. മൂന്നാം തവണ അവർ ഒരു തരം വരുന്നത് മാനം കെട്ടു വരികയാണ്. ഇനി ആ കൊട്ടാരത്തിലേക്ക് വരാനുള്ള അർഹത അവർക്ക്, കാരണം ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടവരാണ്. പിന്നെയും വന്നു. കാരണം കനാലിൽ നിന്ന് മിസ്രൈം വരെയും മര്യാദക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. മനസ്സിലായില്ലേ? ബൈബിളിൽ ഈ സംഭവം പറയുന്നുണ്ട്, ഖുർആൻ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, ബൈബിളും പറഞ്ഞിട്ടുണ്ട്. മിസ്രൈം നാട്ടിലാണ് അന്ന് ആകെയുള്ള ഒരു സമൃദ്ധി. ആരുടെ നേതൃത്വത്തിൽ? യൂസുഫിന്റെ. മനസ്സിലായില്ലേ? ബൈബിൾ പഴയ നിയമം സവിസ്തരം പറയുന്നുണ്ട്. ഖുർആൻ ഇതിനു വേണ്ടി ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്ത് യൂസുഫ്. പിന്നെ എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിക്കും. പിന്നെ എന്താ ഉണ്ടായത്? അവരിങ്ങനെ മൂന്നാമത്തെ തവണ വരിക. ആ രംഗം ഞാനൊന്നിങ്ങനെ പറയാം. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين سبحان الله. ഹിദായത്തിന്റെ വിളിച്ച ഞങ്ങൾക്കും തരണമേ അല്ലാ. അല്ലാ അല്ലാ, എന്തൊരു നീയാണ് നീ അല്ലാ. നിന്റെ വിളിച്ച ഞങ്ങൾക്ക് ഇട്ട് തരണമേ അല്ലാ. പിന്നെ ഒരു അവസാനം വരികയാണ്, ഇളിഭ്യരായി വരികയാണ്. അപ്പോൾ അവർ പറയുന്നു, രാജൻ യാ അയ്യുഹൽ അസീസ്, മഹായോഗ്യരേ, ഞങ്ങള് മസ്സനാവാഹിലെന്നുള്ളൂ, ഞങ്ങൾക്കും കുടുംബത്തിനും പട്ടിണിയിൽ നീണ്ടു പോയിട്ട് വന്നതാണ്. പട്ടിണിയ ഇല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലേക്ക് ഇനി ഞങ്ങൾ വരാൻ പറ്റൂല. ഇവിടുത്തെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങളെ കൊച്ചനുജൻ. ബാപ്പയോട് അനുജനെയും കൊണ്ടേ വരൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ വീട്ടിലേക്ക് മടങ്ങാതെ മിസ്റിൽ ചുറ്റിത്തിരിയുന്നുണ്ട് ഏകാന്ത പഥികനായ യഹൂദ എന്ന മൂത്തക്കാക്ക. യഹൂദ അത്തവണ തിരിച്ചു പോയില്ല. എന്തുകൊണ്ട്? അനുജനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ ഉപ്പ പറഞ്ഞിരുന്നു, ഞാൻ ഇനി നിങ്ങൾ യൂസുഫിനെ കൊണ്ടുപോയി ഒഴിവാക്കി വരാം, നിങ്ങൾക്ക് ഞാൻ ഒരു ബിന്യാമീനെ തരൂല. അപ്പോ എല്ലാവരും പറഞ്ഞു. അപ്പോൾ മൂത്തക്കാക്ക ഒപ്പിട്ട് കൊടുത്തു, വാപ്പ നിങ്ങൾ തരി, ഞങ്ങൾ കരാർ, ഞാനാണ് കരാർ, ഞാൻ അവനെയും കൊണ്ടല്ലാതെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂല. അങ്ങനെയാ. പിന്നെന്താ ഉണ്ടായി? 9 ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ബെന്യാമീൻ മിസ്രിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ചുറ്റിത്തിരിയുന്നുണ്ട് യഹൂദ. ചിന്തിക്കും. അപ്പോൾ അവർ നിലപ്പവർക്ക് ഇവിടെ വരാൻ അർഹതയില്ല. പക്ഷെ പട്ടിണി കൊണ്ടുവന്നതാ. കൈല, ഞങ്ങൾക്ക് നല്ല പോലെ അളന്ന് തരണം. കുറച്ച് സ്വതക്കയും തരണം. ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ, സ്വതക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകും. വഅള് പറയാ. ആരാ വഅള് പറയുന്നത്? ഉള്ളിലിങ്ങനെ ചിരിക്കാ. വലിയ വഅളന്മാരാ, വലിയ അല്ലാതെ ആളുകളാ. ഉള്ളിലിങ്ങനെ ചിരിക്കാ ഇത് കേട്ടിട്ട്. ആര്? യൂസുഫിന് അങ്ങോട്ട് വയറ് തുറന്നു കൊടുക്കുക. ഞങ്ങൾക്ക് കുറച്ച് സ്വതക്കായും തരണം. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ, സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ശരിക്കാക്കി. മനസ്സിലായില്ല? അള്ളാന്റെ പേര് പറഞ്ഞ് പിരിക്ക. മനസ്സിലായില്ല? അള്ളാന്റെ പേര് പറഞ്ഞ് പിരിക്ക. ആര്? ഏട്ടന്മാര് അപ്പോൾ ചോദിച്ചു,
قال هل علمتم ما فعلتم بيوسف واخيه اذ انتم جاهلون. വിവരമില്ലാത്ത കാലത്ത് യൂസുഫിനെയും യൂസുഫിന്റെ അനുജൻ ബിന്യാമിനെയും എന്തെങ്കിലും നിങ്ങൾ ചെയ്തത് ഓർമ്മയുണ്ടോ? قالوا أئنك لأنت يوسف, നീയാണോ യൂസുഫ്? قال أنا يوسف وهذا أخي, ഞാൻ തന്നെ യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമിൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ ഇട്ടു. പിന്നെ അവർ നോക്കുന്നത് ഇങ്ങനെയാ. മനസ്സിലായില്ല? അവരിങ്ങനെ ഇട്ടു. ഇപ്പോൾ അവർ നോക്കുന്നത് ഇങ്ങനെ. അയാളും അവരും തമ്മിൽ അകലത്തിന് കണക്കില്ല. അവർ പ്രജകളുമല്ല, പ്രജകൾക്കും പുറത്താ. ഇവർ സത്യത്തിൽ ആരല്ല, മിസ്രികളല്ല. മിസ്രികൾക്ക് റേഷൻ കൊടുക്കേണ്ട ബാധ്യത മാത്രമേ യൂസുഫിനുള്ളൂ. ഇവർ കനാനികളാണ്. മനസ്സിലായില്ലേ? കനാൻ ദേശത്തിന് അധികാരവും അർഹതയും ഇല്ലാതെ വന്നതാണ് ഇവര്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. قال أنا يوسف وهذا أخي قد من الله علينا إنه من يتقي ويصبر فإن الله لا يضيع أجر المحسنين. ഒരിക്കലും സുകൃതിയുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കി കളയുകയില്ല. ഒരിക്കലും അല്ലാഹു ഒരാളെ സുകൃതിയാണോ അവനെ നഷ്ടപ്പെടുത്തി കളയുകയില്ല. അല്ലാഹുവാണ് ലഖദ് ആസറക അല്ലാഹു അലൈനാ, ഞങ്ങളെക്കാൾ അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തല്ലോ. വഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾ വളരെ പിഴച്ചും പോയി. നിന്നെ അല്ലാഹു തആല തെരഞ്ഞെടുക്കുകയും ചെയ്യും. ഖാല, അപ്പോൾ യൂസുഫിന്റെ മറുപടി, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എനിക്ക് നിങ്ങളോടൊരു പ്രതികാരവുമില്ല. കാരണം ആരുടെ ആളാ? അള്ളാന്റെ ആൾക്ക് പ്രതികാരം ഉണ്ടാവില്ല. അള്ളാന്റെ ആൾക്ക് പ്രതികാരം ഉണ്ടാവില്ല. അയാൾ ചെയ്യുന്നതെല്ലാം ആർക്ക് വേണ്ടിയാവും? അള്ളാഹ്ക്ക് വേണ്ടിയാവും. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ മേൽ എനിക്കൊരു പ്രതികാരമില്ല, ഒരു പ്രതികാരവുമില്ല. പിന്നെ പ്രശ്നം നിങ്ങൾ ചെയ്ത തെറ്റിന് എന്താ പ്രശ്നം? അള്ളാഹുവിന്റെ കാര്യം. അള്ളാഹു ആകട്ടെ വയഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തും തരും. എനിക്ക് പ്രതികാരമില്ല. പിന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. കരുണയുള്ളവർ, ഏറ്റവും കരുണയുള്ളവനാണ് അള്ളാഹു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന ഏത് ദുആയും അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ഈ സദസ്സിനെ നീ കബൂലാക്കണമേ റബ്ബേ. അള്ളാഹുവിലേക്ക് മടങ്ങ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവിന്റെ ഒരു പരിഹാരവുമില്ല, ഒരു പരിഹാരവുമില്ല. ഊഹാപോഹത്തെ വളർത്തി നടക്കരുത്. എന്നാൽ അള്ളാഹുവിലേക്ക് മടങ്ങാത്തവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ധരിക്കുകയും വേണ്ട. ഇത്രാന്തി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും, ഇത്രാന്തി കഴിഞ്ഞാൽ പരിഹരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങണം. മടങ്ങിയാലോ? നിങ്ങൾക്കറിയോ ഇബ്രാഹിമിന്? സയ്യിദുനാ ഇബ്രാഹിം, നിങ്ങൾക്കറിയോ ഇബ്രാഹിമിനെ ഒരു തെറ്റുപകരണത്തിൽ കിടത്തി. ആര്? നമ്രൂദിന്റെ പട്ടാളം. എന്നിട്ടിങ്ങനെ, കാരണം അത്ര വലിയ തീയായിരുന്നു. ആ തീയിലേക്ക് വലിച്ചെറിയുകയാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ഉപകരണത്തിലൂടെ തീയിലേക്ക് വലിച്ചെറിയുകയാണ്. നമ്രൂദിന്റെ പട്ടാളം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അപ്പോൾ മലക്കുകൾ പോലും ബേജാറായി. ഒരു സെക്കൻഡ് കൊണ്ട് ഇബ്രാഹിം പറ ഫസ്തഗാസത്തിൽ മലായികത്തുലില്ല, മലക്കുകൾ വിളിച്ചു കേണു. ആരോട്? അല്ലാഹുവോട്. ഖലീലുക ഇബ്രാഹിം ഫിൽ മിൻജനീഖ്, ഇതാ ഇബ്രാഹിമിനെ ഇപ്പോൾ അവര് അങ്ങോട്ട് എറിയും. അല്ലാഹ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് സഹായിക്ക്. ആര് പറഞ്ഞു? ജിബ്രീലും മീകായിലും മലക്കുകളൊക്കെ പറഞ്ഞു. ആരോട്? അല്ലാഹുവോട്. അപ്പോൾ ഫഖാല അല്ലാഹു ജിബ്രീൽ, അല്ലാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളോട് അദ്ദേഹം വല്ല സഹായവും ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കും. ആരോട് പറഞ്ഞു? ജിബ്രീലിനോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയിക്കോളൂ.
മനസ്സിലായില്ല? നിങ്ങൾ വേഗം പോയിക്കോ. എന്നിട്ട് അദ്ദേഹം നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞയച്ചു സയ്യിദുനാ ജിബ്രീൽ. മഹാശക്തനായ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ വന്നു. ആ ഉപകരണത്തിൽ കിടക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിളിച്ചു കേണ്ട, ഞാനും ഖലീലും തമ്മിൽ നോക്കിക്കോളാം, നിങ്ങൾ അതിൽ ഇടപെടരുത്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഈ ഉപകരണത്തിൽ കിടക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ മലക്കളൊക്കെ റെഡിയായി. അല്ലാഹ്, ഇബ്രാഹിം അല്ലേ? ഇപ്പോൾ എന്താവും പറ, തീയിലേക്ക് വീണോ? അല്ലാഹ്, ഇടപെടണേ. അപ്പോൾ ഈ പറഞ്ഞു, ജിബ്രീലേ എന്നാ പെട്ടെന്ന് പോയിക്കോളും. നിങ്ങളോട് വല്ല കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സഹായിച്ചോളൂ. നിങ്ങൾക്ക് സഹായിക്കാം, അല്ലാഹു അധികാരം കൊടുത്തവർക്കൊക്കെ സഹായിക്കാം. പക്ഷേ നിങ്ങൾ സഹായിച്ചോളൂ, ഇതിനോടൊന്നുമില്ല, വഴിയില്ല. അദ്ദേഹം നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഫത്റുക്കിനി വഖലീലി, എന്റെയും എന്റെ ഖലീലിന്റെ കാര്യം വിട്ടേക്ക്, അത് ഞങ്ങൾ നോക്കിക്കോളാം. ആര് പറഞ്ഞു? അല്ലാഹു. പെട്ടെന്ന് ജിബ്രീൽ ഇറങ്ങി വന്ന് ഭൂമിയിൽ മിഞ്ചനീക്കൽ കിടക്കുകയാണ്. ആര്? സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ ചോദിച്ചു, ഹല്ലക മിൻ ഹാജ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോന്ന് വെച്ചു. ആര്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹല്ലക മിൻ ഹാജ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. ആര്? സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ പറഞ്ഞു, അമ്മ ഇലൈക ഫല, നിങ്ങളിലേക്ക് ഒരാവശ്യമില്ല. അമ്മ ഇല റബ്ബി, എന്റെ റബ്ബിലേക്ക് ആണെങ്കിൽ ഫനാൻ ആവശ്യമുണ്ട്. നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യമില്ല. ആര്? സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ പറഞ്ഞു, ഫസ്അൽഹു, വേഗം റബ്ബിനോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഖലീലിന് എന്റെ കാര്യം ആ ഖലീൽ അറിയും. അപ്പോൾ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. യുഗ്നിനി ബിഹാലി അൻ സുആലി, ഞാൻ ചോദിക്കുന്നതിന് എന്റെ ഹാല് ആര് കാണുന്നുണ്ട്? എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഖലീലാണ്. മനസ്സിലായില്ല? എനിക്കിപ്പോ ദ്വാരക്കേണ്ട ആവശ്യം പറ ഇല്ല. ഞാൻ ചോദിക്കൊന്നുമില്ല, അവർക്ക് ചെയ്തു കഴിക്കാനാണോ ലക്ഷ്യമെങ്കിൽ എന്റെ ഖലീൽ എന്നെ കഴിക്കാൻ തീരുമാനിച്ചാൽ കഴിയും, അതാണ് എനിക്ക് ഇഷ്ടം. എന്റെ ഖലീൽ എന്നെ കഴിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അവന്റെ ഖലീലാണ്. എന്റെ റബ്ബെന്നെ കഴിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ കഴിയും. എന്നോട് എന്റെ റബ്ബിന് അതാണ് ഇഷ്ടമെങ്കിൽ ഖലീലിന് അതാണ് ഇഷ്ടം. അതല്ല, രക്ഷപ്പെടുത്താനാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യമില്ല, രക്ഷപ്പെടുത്തിക്കോളും. മനസ്സിലായോ പറഞ്ഞത്? ആര് പറഞ്ഞു? സയ്യിദുനാ എന്ന് പറയണേ. സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ അഗ്നികുണ്ഡത്തിലേക്ക് അവരങ്ങോട്ട് എറിഞ്ഞു. ആ ഏറിന്റെ ഒരു നിമിഷാർത്ഥത്തിന്റെ ഉള്ളിൽ കൽപ്പന വന്നു. എന്ത്? ഒരേ സമയത്താ കൽപ്പന വരുന്നത്. وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم. അഗ്നിയെ തൊട്ടുപോകരുത്, സലാമും രക്ഷയുമാക്കിക്കോ, ബർദും സലാമുമാക്. قلنا يا نار كوني بردا وسلاما على إبراهيم. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം. ഈ ആയത്തിന്റെ ഒരു തഫ്സീർ ഇന്നലെ ഞാൻ കണ്ടു. ഭൂമിക്ക് മുകളിൽ ആ ഒരു സമയത്ത് എല്ലാ അഗ്നിയുടെയും കഴിക്കുന്ന ശക്തി എടുത്തുകയും. മനസ്സിലായില്ല? ആ അഗ്നി മാത്രമല്ല, അഗ്നി ഒക്കെ പേടിച്ചു. മനസ്സിലായില്ല? ആ ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ കടന്ന നേരത്ത് അഗ്നി തിളപ്പിച്ചില്ല, അഗ്നിയായി നിന്നു. പക്ഷേ പറ, ഇന്നലെ തഫ്സീർ ഞാൻ കണ്ടു, എല്ലാ അഗ്നിയും പേടിച്ചുപോയി. ഞാനും അതിൽ ഉൾപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച്. മനസ്സിലായില്ല? എല്ലാ അഗ്നിയും എന്തായി? ബർദൻ വസലാമ, തണുപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇബ്രാഹിം മരിച്ചു പോയിരുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ജംഹരീർ എന്നുള്ള ഒരു നരകമുണ്ട്. അതെന്താ? തണുപ്പ് കൊണ്ട് അതിശക്തമായ തണുപ്പാണത്. അതുകൊണ്ട് മനുഷ്യൻ അപകടപ്പെടും. അതാണ് ആ തണുപ്പ്. ബർദൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്ത് പറഞ്ഞു? വസലാമൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ഒരു തുറന്ന ഏരിയ അതിരാവിലെ നമുക്കെന്താ പണി? വിയർപ്പ് തുടക്ക. എന്താ നമുക്ക് പറ? ചൂട്. നമ്മൾ തീയിലാണോ? അല്ല. എന്നാൽ സയ്യിദുനാ ഇബ്രാഹിം 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം, ഉറക്കെ പറ, 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം
BC 1972 ഇബ്രാഹിമിന്റെ ജനനം അലൈഹിസ്സലാം. BC 1822 വഫാത്ത് എന്ന് അനുമാനിക്കപ്പെടുന്നു. മനസ്സിലായില്ല? BC 1972 മുതൽ BC 1822 വരെയാണ് മഹാനായ സയ്യിദ്ന ഇബ്രാഹിമിന്റെ വയസ്സ് എന്ന് അനുമാനിക്കപ്പെടുന്നു. സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം. ചിന്തിക്കും. قلنا يا نار كوني بردا وسلاما على إبراهيم. വളരെ സന്തോഷം, വളരെ റാഹത്തായി ഇറങ്ങി വന്നു സയ്യിദ്ന ഇബ്രാഹിം. എന്തുകൊണ്ട് ആരുടെ അടിമയാണ്? അല്ലാഹുവിന്റെ അടിമയാണ്. ജിബ്രീൽ പോലും സഹായം കൊണ്ട് വന്നിട്ട് സഹായത്തിൽ സ്വീകരിച്ചില്ല സയ്യിദ്ന ഇബ്രാഹിം. എന്തുകൊണ്ട്? അടിമക്ക് ആര് മതി? അല്ലാഹു മതി. ഒരു പ്രശ്നമില്ല. അത് കമാലിയത്തിന്റെ ഈമാനാണ്. അല്ലാഹു അവിടേക്ക് നമ്മൾ എത്തിക്കട്ടെ. അല്ലാഹു അവിടെ എത്തിക്കട്ടെ. ജിബ്രീലിനോട് ജിബ്രീൽ നിങ്ങൾ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. സാന്ദർഭികമായി പറയട്ടെ, അതിൽ തെറ്റല്ല. എന്തുകൊണ്ട്? സഹായിക്കാനുള്ള അധികാരം അല്ലാഹു ഏൽപ്പിച്ചാൽ ആർക്കുണ്ട്? പറ, ആർക്കുണ്ട്? ജിബ്രീലിനുണ്ട്. സഹായം വാങ്ങുകയും ചെയ്യാം. പക്ഷെ അതുപോലും ആർക്ക് വേണ്ട? സയ്യിദ്ന ഇബ്രാഹിം. എന്തുകൊണ്ട്? 3 കാര്യത്തിലാണ് അബ്ദ് നിൽക്കുക. 1 അസ്സബ്റു, 2 അഷ്കുറു, 3 അജിവ. അടിമക്ക് 3 കാര്യമുണ്ടാകും. അസ്സബ്റു വശുക്റു വൽഇള. 3 കാര്യം ഉണ്ടാവും അടിമക്ക്. 1 അസ്സബ്റു, 1 ഏത് സന്ദർഭത്തിലും ക്ഷമയുണ്ടാവും. കാരണം ഒട്ടവക്കാൻ തീരുമാനിച്ചതിനപ്പുറം ഉണ്ടാവില്ല. അതിൽ ക്ഷമിക്കാൻ അടിമ തയ്യാറാകും. ഏത് പരീക്ഷണങ്ങളിലും അടിമ ക്ഷമിക്കും. ഏത് നിയമത്ത് കിട്ടിയാലും അടിമ നിഗളിക്കുകയില്ല. അടിമ നന്ദി ചെയ്യും. ചിന്തിക്ക്. നട്ടപ്പാതിരക്ക് രാത്രി അത്താഴ കിട്ടാനിട്ട് അത്താഴപ്പട്ടിണി കിടന്നിരുന്ന ഒരു ജനതയാണ് മലബാറുകാർ. ഒരു കാലത്ത് അത്താഴം കിട്ടാനിട്ട് അത്താഴപ്പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? അതിന്റെ താഴെ അതിനേക്കാൾ ഒരു മോശപ്പെട്ട അവസ്ഥയില്ല. അത്താഴപ്പട്ടിണിക്കാരെന്ന് പറഞ്ഞാൽ അത്താഴവും കിട്ടാതെ പട്ടിണി കിടന്ന മലബാറുകാർ. എന്നിട്ട് രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ നമ്മുടെ ബാപ്പാടെ ബാപ്പയും ഉമ്മാടെ ഉമ്മയും ബാപ്പാടെ ഉമ്മയും ഉമ്മാടെ ബാപ്പയും എല്ലാവരും പരസ്പരം പായല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കരയും. അവരുടെ മക്കൾക്ക് അള്ളാഹു നിഅമത്ത് നൽകിയപ്പോൾ രാത്രി നട്ടപ്പാതിരക്ക് പന്ത് കളിക്കുന്ന പണിയാണ്. എന്നിട്ട് നിങ്ങൾ പറയുക ഈ 23-ാം തീയതി അല്ല, അടുത്ത 23-ാം തീയതി ഇവിടെ വെള്ളരിക്കപ്പെട്ട ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. പോയി പണി നോക്കിയിടും. ഒരു പ്രശ്നവും പരിഹരിക്കില്ല അള്ളാഹുവിലേക്ക് മടങ്ങാതെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മലബാറിന് രാത്രി അമിതമായി ഉറങ്ങിയവനെ പോലും അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. അവര് എന്റെ ശിക്ഷ വരാവുന്ന രാത്രികളിൽ അവരങ്ങനെ നിർഭയരായി ഉറങ്ങുന്നുവോ? രാത്രി എന്തിനാ ഉണ്ടാക്കിയത്? ഉറങ്ങാൻ. وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. പകലുണ്ടാക്കിയത് ജീവിതായോധന സമ്പാദനത്തിന്, രാത്രി ഉണ്ടാക്കിയതോ? രാത്രി ഉണ്ടാക്കിയത് രാത്രി ഉണ്ടാക്കിയത് ഉറങ്ങാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫ് അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവർ അശ്രദ്ധരായി ഉറങ്ങുന്ന രാത്രികളിൽ എന്റെ ശിക്ഷ വരുന്നത് എന്തുകൊണ്ട് അവർ പേടിക്കുന്നില്ല? രാത്രി എന്തിനാ ഉണ്ടാക്കിയത്? പറ, രാത്രി എന്തിനാ ഉണ്ടാക്കിയത്? ഉറങ്ങാൻ. എന്നിട്ട് പോലും അശ്രദ്ധരായി അതിന് വിട്ടുറങ്ങുന്നവനെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയെ ഭയപ്പെടണമെന്നാണ് ഖുർആന്റെ അവസാനത്തെ സൂറത്ത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയുടെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ആപത്ത് വരാൻ സാധ്യതയുണ്ട്. കാവൽ സൂക്ഷിക്കുക. ഓത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. പുതിയ ജനതക്ക് അല്ലാഹു ഇല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള പുതിയ ഫുട്ബോൾ സംസ്കാരമാണ്. ഇത് നശിപ്പിക്കും.
ഇത് കൊണ്ടുവരുന്ന അധാർമികത പിന്നീട് ഞാൻ പറയാം. അതൊരു അധാർമികത കൊണ്ടുവരും, അതിപ്പോൾ പറഞ്ഞ തീരൂല. സമുദായം നടുക്കടലിൽ ഇവർ പ്രശ്നമില്ല, കളിക്കുന്നു. രാത്രി 1 മണിക്ക് കളിക്കുന്നു, 2 മണിക്ക് കളിക്കുന്നു, 3 മണിക്കും 4 മണിക്കും കളിക്കുന്നു. ആജ്യന്മാർക്കൊക്കെ ഇപ്പൊ എന്താ പണി? വലിയ വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുക. അല്ലേ ഉസ്താദേ, നിങ്ങൾ പറയാം അവർ അശ്രദ്ധരായി ഉറങ്ങുന്ന രാത്രികളിൽ എന്റെ ശിക്ഷ വരുന്നത് എന്തുകൊണ്ട് അവർ പേടിക്കുന്നില്ല? എന്തിനാ രാത്രി ഉണ്ടാക്കിയത്? ഉറങ്ങാൻ. എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞു. രാത്രി കളിക്കാണ്ടാക്കിയതാണോ? അപ്പോൾ കർച്ചാലവസ്ഥ എന്തായിരിക്കും? ഒരിക്കലുള്ള സഹായം ഉണ്ടാവില്ല അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാതെ. അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങിയാലോ നമ്മളിപ്പോ 2 പണിയാണ് എടുക്കുന്നത്. നമ്മൾ കളിക്കാൻ കിട്ടിയ കളിക്കും, കൂടിയിരുന്നാൽ ഊഹാപോഹം പറയും. കൂടിയിരുന്നാൽ പറയും അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്, സമുദായം അങ്ങനെ സമുദായം ഇങ്ങനെ. ഒരു പേടിയും പേടിക്കണ്ട. സമുദായത്തിന്റെ മുകളിൽ കൈതരാൻ ആരുണ്ട്? ആരുണ്ട്? അല്ലാഹുണ്ട്. ഇതിനേക്കാൾ ഭയാനകമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളെല്ലാം സമുദായം അതിജീവിച്ചിട്ടുണ്ട്. ആരുണ്ടാകും? അല്ലാഹുണ്ടാകും. വളരെ ചിന്തിക്കണം. മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. അതിരാത്ത് പട്ടണത്തിൽ 70,000 ആളുകൾക്ക് മരണഭയമുണ്ടായ ഒരു സംഭവം സൂറത്തുൽ ബഖറയുടെ 243 പേജിൽ പറയുന്നുണ്ട്, വരിയിൽ പറയുന്നുണ്ട്. 243 ആയത്തിൽ പറയുന്നുണ്ട്. അതിരാത്ത് പട്ടണത്തിൽ ഒരു വിഭാഗം ആളുകൾക്കുണ്ടായ ഒരു പ്രതിസന്ധിയെ പറ്റി പറയുന്നുണ്ട്. എന്ത്? ചെങ്കടൽ തീരത്ത് ഏകദേശം സിനായ് മരുഭൂമിയുടെ ഓരത്ത് അതിരാത്ത് എന്നൊരു പട്ടണം ഉണ്ടായിരുന്നു. ആ പട്ടണത്തിലേക്കുള്ള പ്രവാചകനായിരുന്നു ഹിസ്ഖീൽ അലൈഹിസ്സലാം. ബൈബിൾ ഹെസെങ്കേൽ പ്രവാചകൻ എന്ന അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹെസെങ്കേൽ പഴയ നിയമത്തിൽ കാണാം. ഹെസെങ്കേൽ പ്രവാചകൻ മനസ്സിലായില്ലേ? ഹദീസിന്റെ കിതാബുകളൊക്കെ ഹിസ്ഖീൽ എന്ന് പറയുന്നുണ്ട്. സയ്യിദ്ന ഹിസ്ഖീൽ അദ്ദേഹത്തിന്റെ ഒരു ജനതയാണത്. മനസ്സിലാവുന്ന പറഞ്ഞത് ആ ജനതയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസാക്ക് ശേഷം അലൈഹിസ്സലാം, മഹാനായ സയ്യിദ്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഹിസ്ഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്രായേലരുടെ ഒരു അവസ്ഥ പറയാം. ഇസ്രായേലർ അന്ന് അതിരാത്ത് പട്ടണത്തിൽ പാർത്തിരുന്നു. അതിൽ ഏകദേശം 1,00,000 ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 70,000 ആളുകൾക്ക് മരണഭയം കൂടി. അതായത് നമ്മളെ എന്തെങ്കിലും ആരെങ്കിലും വന്ന് ചെയ്താലോ എന്ന് ഊഹാപോഹം ഇങ്ങനെ വളർത്തുക, ഊഹാപോഹം ഇങ്ങനെ ഉണ്ടാക്കുക. ആരാ ഊഹാപോഹം ഉണ്ടാക്കുക? പിശാച്. يخوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. سبحان الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. കണ്ണിൽ ഇമ വെട്ടാതെ എന്നെ നോക്കണം. അർത്ഥം പറയുമ്പോൾ إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. ആലി ഇംറാൻ, സൂറത്ത് ആലി ഇംറാൻ. إنما ذلكم الشيطان, പിശാചിനൊരു വേലത്തരമുണ്ട്. യുഖൗഫു ഔലിയാഅഹു, അവന്റെ ആളുകളെ പറ്റി മറ്റുള്ള മുഅ്മിനീങ്ങളോട് പേടിപ്പിച്ചു പറയും. നമ്രൂദ് ഉണ്ടല്ല, ഭയങ്കരാണ് അന്ന് അങ്ങനെ പറയും. പിന്നെ ഫിറഔന്റെ കാലത്ത് മൂസായുടെ ജനതയോട് എന്ത് പറയും? ഫിറഔനുണ്ടല്ല, അങ്ങനെയാണ്, പോയിച്ച് തിന്നാള്. കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് മൂക്കിലൂടെ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ മീനിന് തിന്നാൻ കൊടുക്കും. മനസ്സിലാവുന്ന പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വലിയ ആളാണ്, ഇപ്പൊ വിഴുങ്ങിക്കള്. ഇതാണ് അതിന്റെ അർത്ഥം. പിന്നെ പാരഡോ, ഇതാണ് അതിന്റെ അർത്ഥം. ഇന്നിട്ട് അത് നമ്മൾ ഏറ്റു പറയും. വലിയ ആളാത്രേ, വിഴുങ്ങത്രേ. അവൻ അവന്റെ സഹായികളെ പറ്റി, അവന്റെ ചട്ടമ്പികളെ പറ്റി മറ്റുള്ളവരോട് എപ്പോഴും
പേടിപ്പിച്ചു പറയും. ഫലാ തഖാഫൂൻ, ആ ചട്ടമ്പികളെ ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. യാ സുബ്ഹാനല്ലാഹ്. ഏതാ സൂറത്ത്? മേട്ടി പോകരുത്. ആളത്ര ഏടട വലിയ ആള്, ആരടപട വലിയ ആള്. വൈകുന്നേരം കഴിച്ച ഡിന്നർ പോയിട്ടില്ലെങ്കിൽ ആർക്കടപടെ വയറിളകിയിട്ടില്ലെങ്കിൽ ആർക്കടപടെ നീൽക്കപ്പുറത്തി ഉണ്ടാവുക. പിന്നെന്ത് ശത്രുവ? പകലോ രാത്രി കഴിച്ച സാധനം പുറത്തു പോയില്ല സങ്കല്പിക്കുക. എല്ലാവരെയും മൂക്കിൽ അരിച്ചു കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്താണ് എന്തായത്? രാത്രി കഴിച്ചത് അങ്ങനെ തന്നെ കിടക്കാണ്. പിന്നെ അവന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ അവന് പൊളിറ്റിക്സ് ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ അവന് ഓർമ്മ ഇതാ ചെറിയ ദ്വാരത്തിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ഇളക്കി കളയണം. പിന്നെ സുന്നാമക്കി കിട്ടുമെന്നല്ലാത്ത എന്തുണ്ടാവില്ല. സുന്നാമക്കിയിൽ പോയില്ലെങ്കിൽ മിംസിൽ പോയി അഡ്മിറ്റ് ആവും. എന്തിന്? കീറാന്. ഒരു ചോറിന് 25 റുപ്യ മതി, 25,000 റുപ്യ കൊണ്ട് പുറത്താവൂല. മനസ്സിലായില്ല? ഒരു ചോറിന് 25 മതിയാവും, 25,000 കൊണ്ടത് പുറത്തായി കിട്ടൂല. പിന്നെ അവനിങ്ങനെ ഇളകും, ഒന്നും കഴിയില്ല. ആരെ കുട്ടിയുടെ വലിയവൻ? നീ ആദ്യം കേട്ടാളെന്നെ വലിയവൻ. അല്ലാഹു അക്ബർ. ഇന്നമാ ദാലികും ശൈത്വാനു യുഖൗവിഫു ഔലിയാ ഫലാ തഖാഫൂഹും വഖാഫൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. അതിനകത്ത് പട്ടണത്തിലെ ആളുകൾക്ക് അള്ളാനെ പേടിക്കാൻ പറഞ്ഞു. ആര്? ഹിസ്ഖീൽ. അവർ അള്ളാനെ പേടിച്ചില്ല. അവരാരെ പേടിച്ചു? മനുഷ്യന്മാരെ അങ്ങനെ പേടിച്ചു. അവരെന്തെങ്കിലും ചെയ്താലോ അങ്ങനെ അങ്ങോട്ട് പേടിച്ചു. അവസാനം ഹിസ്ഖീൽ പറഞ്ഞു, നിങ്ങൾ അതിരാഹത്തിൽ നിന്ന് പോകേണ്ട. അതിരാഹത്തിൽ നിന്ന് പോയാൽ ശത്രുക്കൾ നിങ്ങൾ എന്തും ചെയ്യും. പക്ഷെ നമുക്ക് അള്ളാഹു സുരക്ഷിതമായി തന്ന നാടാണ് ഏത്? അതിനകത്ത് ഇവിടെ ഒന്നും സംഭവിക്കും, ഞങ്ങൾ ഇവിടെ നിന്നോളൂ. അതിൽ 70,000 ആളുകൾ എന്തുണ്ടായി? 70,000 ആളുകൾക്ക് ഹിസ്ഖീലിന്റെ വാക്ക് വിലയായില്ല. അവൻ പറഞ്ഞു, ഈ ഹിസ്ഖീൽ പഴഞ്ചൻ വാക്ക് പറയാ. അവന് പലജാതി സന്നാഹങ്ങളും സൗകര്യങ്ങളും കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? ഒരു ദിവസം പ്രഭാതത്തിൽ എന്ത് ചെയ്തെന്നറിയോ? പ്രഭാതത്തോടടുത്ത് അതിൽ നിന്ന് 70,000 ആളുകൾ മെല്ലെ പുറത്തേക്ക് ചാടി. അവർ പുറത്തു വന്നു എന്നറിഞ്ഞപ്പോൾ ഇതറിഞ്ഞ ശത്രുക്കൾ അവരങ്ങോട്ട് വളർന്നിട്ട് ഒരു ദിവസം ഉച്ചയായപ്പോഴത്തിന് 70,000 മരുഭൂമിയിലിട്ട് കൊന്നുകളഞ്ഞു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ജീവിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയവർ അവിടെ കിടന്ന് മരിച്ചു. ഏതാ സൂറത്ത് അൽ-ബഖറ? അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. മരണഭയം മതികരിച്ചു. പ്രതിസന്ധിയെ പറ്റി പറഞ്ഞ് അങ്ങനെ വന്നാലോ ഇങ്ങനെ വന്നാലോ എന്ന് പറഞ്ഞ് അമിതമായ ഭയം അധികരിച്ച് ഭൗതികമായ ചില ശത്രുസന്നാഹങ്ങളെ കുറിച്ചുള്ള ഭയം അധികരിപ്പിച്ച ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? ഒരു പ്രഭാതത്തോടടുത്ത് അവരുടെ ഗ്രാമം വിട്ട് പുറത്തേക്കോടി. അവർ ആയിരങ്ങൾ ഉണ്ടായിരുന്നു. തഫ്സീറിൽ 70,000 ആളുകൾ ഉണ്ടായിരുന്നു. فقال لهم الله موتوا فقال لهم الله موتوا. രാഘവൻ നായർ അമൃതവാണിയിൽ ഇതിന് കൊടുക്കുന്ന തഫ്സീർ വ്യാഖ്യാനം ഞാനൊന്ന് വായിക്കാം. അദ്ദേഹത്തിന്റെ കവിത. രാഘവൻ നായർ അമൃതവാണി ഖുർആനെ മുഴുവനും കവിത കൊണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് KG രാഘവൻ നായർ. അതിമനോഹരമായ കവിതകളാണ്. ഈ ആയത്തിന് അദ്ദേഹം കൊടുത്ത വരികൾ ഞാനൊന്ന് വായിക്കാം. സംഖ്യാബലം കൊണ്ടതുല്യരാമയൂതരെ 8 പേരാട്ടി പുറത്താക്കിയില്ലയോ? ശത്രുവെ പേടിച്ചു വീടും കുടുംബവും വിട്ടുപോയില്ലയോ? ഭീതിയാലി ജനം. ത്യാഗങ്ങൾ ചെയ്യാനൊരുങ്ങാത്ത നിങ്ങൾക്കു നാശം ഭവിക്കുമെന്നു ദിനാനരക്ഷകൻ ത്യാഗസന്നദ്ധരായി തീർന്നൊരു വേളയിൽ
മോചനം നൽകിയിട്ടു രക്ഷിച്ചു. പിന്നെയും ഔദാര്യശീലനാമല്ലാഹു മർത്യരിൽ നന്മകൾ നാൾക്കുനാൾ ചേർക്കുന്നതില്ലയോ. ഉള്ളിൽ കൃതജ്ഞരാ ഈശനെ വാഴ്ത്തുവോ എത്രയോ ദുർലഭം ചിന്തിച്ചു മാനവ. എന്താ അർത്ഥമാണ്? എന്താ അയാൾക്ക് തിരിഞ്ഞതുപോലും നമുക്ക് തിരിഞ്ഞില്ല. അയാൾക്ക് രാഘവൻ നായർക്ക് പറഞ്ഞ് തിരിഞ്ഞ ഖുർആൻ പോലും നമുക്ക് തിരിഞ്ഞില്ല. എന്താ പറഞ്ഞത്? ശത്രുവെ പേടിച്ചു വീർ സംഖ്യാബലം കൊണ്ട തുല്യരാമയുടനെയൊട്ടു പേരാട്ടി പുറത്താക്കിയില്ലയോ. വലിയ വലിയ ആളുകളായി ഇഷ്ടം പോലെ 16 ലക്ഷം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവരെ പലരും ആട്ടി പുറത്താക്കിയത് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവരെ കൂടെ ആരില്ലായിരുന്നു. ശത്രുവെ പേടിച്ചു വീടും കുടുംബവും വിട്ടുപോയില്ലയോ. ഭീതിയാലി ജനം ത്യാഗങ്ങൾ ചെയ്യാനൊരുങ്ങാത്ത നിങ്ങൾക്കു നാശം ഭവിക്കുമെന്നതിനാണ് രക്ഷകൻ. ത്യാഗസന്നദ്ധരായ തീർന്നൊരു വേളയിൽ മോചനം നൽകി രക്ഷിച്ചു. പിന്നെയും ഔദാര്യശീലനാമല്ലാഹു മർത്യരിൽ നന്മകൾ നാൾക്കുനാൾ ചേർക്കുന്നതില്ലയോ. ഉള്ളിൽ കൃതജ്ഞരാ ഈശനെ വാഴ്ത്തുവോ എത്രയോ ദുർലഭം ചിന്തിച്ചു മാനവ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഖൂലു ലാ ഹൗല വലാ ഖുവത إلا بالله العلي العظيم. قولوا لا حول ولا قوة إلا بالله العلي العظيم. قولوا لا حول ولا قوة إلا بالله العلي العظيم. ഇത് അവസാനിക്കുന്നില്ല. ഇത് വീണ്ടും അതിന്റെ ബാക്കി പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങുക. നമുക്കൊരാളുണ്ട്. ആര്? അള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മജ്‌ലിസിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ മജ്‌ലിസിൽ രാവിലെ സുബഹി നിസ്കരിച്ച കുട്ടികൾ ചെയ്തു തീർത്ത ഖൈറിന് കണക്കില്ല. അവരിവിടെ ഇരുന്നിട്ട് ഒരു ബുർദ ചൊല്ലി തീർത്തിട്ടുണ്ട്. ഒരു സംഘം കുട്ടികൾ, വേറൊരു സംഘം കുട്ടികൾ മങ്കൂസ് മധു തീർത്തോതിയിട്ടുണ്ട്. വേറെ കുട്ടികൾ ഷറഫലനാമ ഓതിയിട്ടുണ്ട്. വേറെ ഒരു കുട്ടികൾ അഖ്സാം ബൈത്ത് ചൊല്ലി തീർത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാത്തായ അസ്മാവാണ് അതിലൊക്കെ ഉള്ളത്. വേറെ കുട്ടികൾ ജൽജലൂത്ത് ബൈത്ത് ചൊല്ലി, അതും അള്ളാഹുവിന്റെ അസ്മാവുമായി ബന്ധപ്പെട്ടതാണ്. വേറെ കൂട്ടൽ കുട്ടികൾ 100 സൂറത്തുൽ ഇഖ്ലാസ്, 100 ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരു സംഘം ആളുകൾ 100 ഫാത്തിഹ, ഒരു സംഘം ആളുകൾ 100 സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മജ്‌ലിസാണ്. അതിലേക്കാണ് നമ്മളിത് തുടങ്ങുന്നത്. പിന്നെ ഈ അമലൊക്കെ ഇതിൽ ചെയ്തു. ഇത് നമ്മുടെ ഖൽബില് ഇടി വെട്ടിയിട്ട് മഴ പെയ്യണം. ഏതാണ് ഇടി? അള്ളാഹു എന്ന ഒരു ചിന്ത അങ്ങോട്ട് വന്നിട്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഇതിന്റെ കൂടെ എല്ലാവരും നിൽക്കണം. ഇതിൽ എല്ലാവരും ഈ സംഗതിക്ക് വരണം. നമ്മുടെ ഈ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരമാണ്. നമുക്കൊക്കെ ഇവിടെ സഹോദരങ്ങളായി ജീവിക്കണം. മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത് തമ്മിൽ അകലാൻ ഓടുകയാണ്, വാളെടുക്കാൻ ഓടുക. ഇതെന്താണ് അവസ്ഥ? എങ്ങനെയാണ് മതം ഇങ്ങനെ ആയിപ്പോയത്? മതത്തിലെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. കാട്ടാളനോട് പോലും അരുത് എന്ന് പറഞ്ഞാണ് മാനിഷാദ പാടിയത്. അതിന്നല്ലേ രാമായണം ഉണ്ടായത്? ഇതല്ലേ എന്ത് ഉണ്ടായിട്ടും ഒന്നുമില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ ഋഗ്വേദവും മഹാഭാരതവും ഉണ്ടായത്? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് കേവലം ഒരു മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു സദസ്സാണെന്ന് വിചാരിക്കേണ്ട. എല്ലാ മതവിഭാഗംപ്പെട്ട ആളുകളും ഇതിൽ വരണം. എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു ആരാണ്? എല്ലാവർക്കും അള്ളാഹുവാണ്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹുവാണ്. അവൻ ആണ് പരമാണു മുതൽ പരമാണ്ട കടാഹം വരെ പഠിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എല്ലാവരും ഒന്നിച്ചിരുത്ത് അള്ളാഹുവിനോട് തേടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇതിൽ വിഭാഗങ്ങൾ പോലും വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നു ചേരണം എന്നും വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ അല്ലാഹ് അലാ അൽമാ നഅംതനാ ബിഹാദിഹി നിഅമത്തി സാബിഖ. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ അല്ലാഹ്. اللهم لك الحمد يا الله. اللهم لك الحمد يا الله. أدخلتنا في دينك الإسلام وكرمتنا بحبيبك وصفيك محمد.
وأنزلت لنا من كلامك القديم من فرقان العظيم. اللهم لك الحمد يا الله حمدا طيبا مباركا جزيلا جميلا دائما ولا نحصي ثناء عليك إنك أنت كما أثنيت على نفسك. فلك الحمد حتى ترضى، فلك الحمد حتى ترضى، فلك الحمد حتى ترضى، فلك الحمد حتى ترضى. اللهم اجعلنا من الحامدين، واجعلنا من الحمادين، واجعلنا من الحمودين، واجعلنا من الذاكرين، واجعلنا من الشاكرين، واجعلنا من عبادك الصالحين. وصل اللهم على خير خلقك محمد، وصل اللهم على خير خلقك محمد، وصل اللهم على خير خلقك محمد. اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد وعلى أصحاب سيدنا محمد وعلى أهل بدر النبي المصطفى أصحاب محمد الأولين والآخرين المهاجرين والأنصار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وأبي بكر وعمر وعثمان وعلي وطلحة وزبير وسعد وسعيد وأبي عبيدة وعبد الرحمن بن عوف رضي الله وخديجة الكبرى وفاطمة الزهراء وحسن وحسين سيدا شباب أهل الجنة وسائر أصحاب رسول الله صلى الله عليه وسلم جنا وإنسا وملكا كلهم أجمعين. وسيدنا وسيد القوم أبي العباس بل بن ملكان الخضر عليه الصلاة والسلام وسائر عباد الله الصالحين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നന്നാക്കണം പഠിച്ച ഞങ്ങൾക്ക് എത്ര കാലായി നന്നാകാൻ പൂർത്തിയായിട്ട് ഇതുവരെ നന്നാവണില്ലല്ലോ പഠിച്ച. അള്ളാഹ് ഞങ്ങൾക്കിടയിൽ മറ കൊണ്ടുവരുന്ന പിശാചിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ചെയ്തു കൂട്ടിയ തിന്മകൾ ഞങ്ങൾക്ക് മറയാവുകയാണ്. തിന്മകൾ കഴുകിക്കളയണം. ഈ മജ്‌ലിസിലുള്ള എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം. ഈ മജ്‌ലിസിലുള്ള എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം. ഈ മജ്‌ലിസിലുള്ള എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം. മർഹമത്ത് നൽകണമേ റബ്ബേ. ഫിർദൗസിൽ അലയുടെ വാതിൽ തുറക്കണമേ റബ്ബേ. അല്ലാഹുവേ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞല്ലോ ഫൗഖഹു അർശുർ റഹ്മാൻ സഖഹു അർശുർ റഹ്മാൻ. അല്ലാഹ് നിന്റെ അർശിന്റെ കേന്ദ്രമാ അവിടെയല്ലേ റബ്ബേ. ആ ഫിർദൗസിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം. അല്ലാഹ് നിന്റെ റിദ്വാന്റെ ചാര ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. അല്ലാഹ് നിന്റെ റിദ്വാന്റെ ചാര ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. അല്ലാഹുവേ മുഖം ധവള ശോഭയുള്ള ആ രത്ന സൗന്ദര്യമുള്ള ആ മനോഹര രത്നവൈഢൂര്യ സൗന്ദര്യമുള്ള നിന്റെ ഇബാദിന്റെ ചാര ഞങ്ങളെ ഇരുത്തിത്തരണമേ റബ്ബേ. സയ്യിദുനാ ജിബ്രീൽ അല്ലാഹ് ഞങ്ങൾക്ക് കൈതരണമേ റബ്ബേ. സയ്യിദുനാ മീകാഈൽ ഞങ്ങൾ കൈതരണമേ റബ്ബേ. സയ്യിദുനാ ഇസ്രാഫീൽ ഞങ്ങളോട് മയം ചെയ്യണമേ റബ്ബേ. സയ്യിദുനാ ഇസ്രായീൽ നെല്ലെ ഞങ്ങളെ റൂഹ് പിടിക്കണമേ റബ്ബേ. സയ്യിദുനാ മുൻകർ വനകീർ ഞങ്ങളെ സന്തോഷത്തിൽ അഭിമുഖീകരിക്കണം റബ്ബേ. സയ്യിദുനാ റഖീബ് അതീദ് ഞങ്ങളെപ്പറ്റി നല്ലവനെന്ന് പറയണമേ. ഞങ്ങളെപ്പറ്റി നല്ലത് പറയണമേ റബ്ബേ. അല്ലാഹ് നീ നല്ലത് പറയിപ്പിക്കണം റബ്ബേ. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാഹുവേ സയ്യിദുനാ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പുഞ്ചിരിച്ചിട്ട് നീ അല്ലാഹുവിന്റെ അടിമയായിരുന്നു, നിനക്ക് ഇവിടെ വാതിലില്ല, നീ റിദ്വാന്റെ അടുത്തേക്ക് പോകുന്നു ഞങ്ങളോട് മാലിക് നേരിട്ട് പറയണം. ഞങ്ങൾ ആ ഹസറിന്റെ സഭയിൽ വരുമ്പോഴത്തിന് കൗസറിന്റെ പാനീയം ഞങ്ങൾക്ക് മുക്കിത്തരാൻ ഹബീബിന്റെ കൈ കൊടിക്കണമേ റബ്ബേ. നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹ് നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹ് സിറാത്തിലേക്ക് പോകുന്ന നേരത്ത്, സിറാത്തിൽ പോകുന്ന നേരത്തെ അല്ലാഹ് കൽ ബർഖിൽ ഖാതിഫി ഇടിമിന്നു പോലെ പറക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാഹ് നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അല്ലാഹ് ഞങ്ങളെ മീസാൻ ഹസനാത്ത് കൊണ്ട് കനം കൂടണമേ റബ്ബേ. അല്ലാഹ് ഞങ്ങളെ സയ്യിആത്ത് മായ്ച്ചു കളയണമേ റബ്ബേ. അല്ലാഹുവേ ആ ഫിർദൗസിലേക്ക് ഞങ്ങളെ കയറ്റിത്തരുകയും മുത്തുനബിയുടെ വലഭാഗത്തൂടെ അവിടുത്തെ ജീവാറിലെത്തുകയും ചെയ്യണമേ റബ്ബേ. നീ സഹായിക്കണമേ റബ്ബേ. പിന്നെ ഞങ്ങൾക്ക് നല്ലത് ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, ഉമ്മാക്കും പുറത്തു കൊടുക്കണം. അല്ലാഹ് മോശാക്കാക്ക് പുറത്തു കൊടുക്കണം, അമ്മായിമാർക്ക് പുറത്തു കൊടുക്കണം, ഇഖ്വത്ത് അഖ്വാത്തിന് പുറത്തു കൊടുക്കണം, ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണം, സന്താനങ്ങൾക്ക് പുറത്തു കൊടുക്കണം. എല്ലാവർക്കും പുറത്തു തരണമേ റബ്ബേ. ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞവർ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചവർ, ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി എണീറ്റ് നിന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ഹാജരായവർ, ഞങ്ങൾ കഴിക്കാതിരുന്ന
തിന്നപ്പോൾ വിഷമിച്ചവർ, ഞങ്ങൾ കഴിച്ചപ്പോൾ സന്തോഷിച്ചവർ, ഞങ്ങൾക്ക് ഞാനത്തുണ്ടായപ്പോൾ ഉള്ളിൽ സന്തോഷിച്ചവർ, ഞങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ ഇരുളിൽ പൊട്ടിക്കരഞ്ഞ് തേടിയവർ, അവർക്കെല്ലാം നിന്റെ അതിരില്ലാത്ത റഹ്മത്ത് നീ തുറന്നു കൊടുക്കണമേ. അല്ലാഹ്, ഈ മജ്‌ലിസിന് വേണ്ടി കൊതിക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അവർക്ക് നിന്റെ അറ്റമില്ലാത്ത റഹ്മത്തിനെ നീ ചൊരിഞ്ഞും തുറന്നും കൊടുത്ത് അവരെയും കുടുംബത്തെയും മക്കളെയും മുസീബാത്തിൽ നിന്നും മസായിബ് ദുനിയ വൽ ആഖിറ എന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹ്, ഭയപ്പെടേണ്ട രോഗം വരാതെ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടയും വസിയത്ത് ചെയ്തവരെയും കാക്കണമേ റബ്ബേ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ നാട്ടിൽ നിന്ന് എടുത്ത് കളയണമേ റബ്ബേ. അല്ലാഹ്, കിഡ്നിയുടെ തകരാറ്, ബ്രെയിനിന്റെ തകരാറ്, ഹാർട്ടിന്റെ തകരാറ് എന്നിവയെ തൊട്ടും കാക്കണമേ റബ്ബേ. കടമുള്ളവർക്ക് വീട്ടിൽ തരണമേ റബ്ബേ. വീടിന്റെ പണി പൂർത്തിയാക്കാത്തവർക്ക് പൂർത്തിയാക്കാൻ തൗഫീഖ്, വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണം. മക്കൾക്ക് നാഫിയായ ഇൽമ പഠിപ്പിക്കണമേ റബ്ബേ. മക്കൾക്ക് നാഫിയായ ഇൽമ കൊടുക്കണം. അവർ ദുനിയാവ് പഠിച്ചാലും നന്നാവണം, ആഖിറം പഠിച്ചാലും നന്നാവണം. നല്ല കസേരയിൽ അവരിയ്ക്കണം. അവർ ദുനിയാവിലെ വിഡ്ഢികളോ ആഖിറത്തിലെ ഖായിബോ ആകരുതേ പടച്ചവനേ. നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഒരു ചൂഷണത്തിനും ഞങ്ങളെ പെൺകുട്ടികളോ ഭാര്യമാരോ സഹോദരിമാരോ വിധേയരാകരുതേ പടച്ചവനേ. അല്ലാഹ്, ഞങ്ങളെയൊക്കെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ സംരക്ഷിക്കണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ സംരക്ഷിക്കണം. ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ സംരക്ഷിക്കണമേ. രോഗികൾക്ക്, അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും രോഗികൾക്ക് ശിഫ നൽകണമേ. ഏത് മതത്തിൽപ്പെട്ടവർക്കും രോഗികളാണെങ്കിൽ ശിഫ നൽകണമേ. ഒരു നേരത്തെ അന്നത്തിന് കുഴങ്ങുന്ന ഏത് മതക്കാരനാണെങ്കിലും അല്ലാഹ് അവർക്ക് നല്ല അന്നം കൊടുക്കണമേ. അല്ലാഹ്, അവർക്ക് നീ റഹ്മത്ത് നൽകണമേ റബ്ബേ. അല്ലാഹ്, വാളെടുക്കുന്നവനോട് അരുതേ എന്ന് പറയാവുന്ന ആൺകുട്ടികൾ ഇനിയും ഞങ്ങളുടെ നാട്ടിലുണ്ടാകും. ഇനിയും അല്ലാഹുവേ അങ്ങനത്തെ ആൺകുട്ടികൾ ഉണ്ടാകണമേ റബ്ബേ. അരുതേ എന്ന് പറയാനുള്ള ഒരു ഗാന്ധിജിയെ ഇനിയും ഞങ്ങൾക്ക് നൽകണമേ പഠിച്ചു. ഞങ്ങൾ രാജ്യത്തിൽ ഗാന്ധിജി ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അരുതേ എന്ന് പറയാൻ ഒരു വാപ്പ ഈ രാജ്യത്ത് വേണം. നീ തൗഫീഖ് നൽകണമേ. അരുതേ എന്ന് പറയാൻ ഒരാൾ വേണമല്ലോ. ഏത് മതക്കാരുടെ മുന്നിലും അരുത് എന്ന് പറയാൻ ഒരാൾ വേണമല്ലോ റബ്ബേ. അരുതേ എന്ന് പറയാൻ ഹിമാലയ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന പ്രവിശാലമായ ഈ ഭൂമിയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തണം. ഹിന്ദുവും മുസ്ലിമും ഏകോദര സഹോദരങ്ങളായി ഇവിടെ വാഴണമേ റബ്ബേ. ഭരണാധികാരികൾ നീതിമാന്മാരാകണമേ റബ്ബേ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ റബ്ബേ. മക്കായും മദീനായും അതിന്റെ ഭംഗിയിൽ നിലനിൽക്കുകയും ഉംറക്കും ഹജ്ജിനും ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ റസൂൽ സലാം പറയണമേ റബ്ബേ. ആ പച്ചക്കുബയുടെ താഴെ പോയി പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഈ മജ്‌ലിസിനെ നീ സഹായിക്കണമേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ നീ സഹായിക്കണം. ഇവിടെ ഇരിക്കുന്നവരുടെ ഓരോ പ്രയാസവും തീർക്കണമേ. ഒന്ന് ഞങ്ങൾ നന്നാകൽ തന്നെയാണ്, നീ ഞങ്ങൾ നന്നാക്കണം. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹ്, നിന്റെ ഫിർദൗസിലേക്ക് ഞങ്ങളെ കേൾക്കണമേ. അല്ലാഹുവേ, ഭൂമിയിൽ ഞങ്ങൾ ഉദാഹരണമാകണമേ റബ്ബേ. കോടീശ്വരന്മാരാകണമെന്ന ഒരു കൂടിയും ഞങ്ങൾക്കില്ല, എന്നാൽ അല്ലലില്ലാതെ ജീവിപ്പിക്കണമേ അല്ലാഹ്. എല്ലാവരും ഈ മജ്‌ലിസ് അല്ലാഹുവേ ദിക്കുകളും കടന്ന് അഷ്ടദിക്കുകളിലും ഈ മജ്‌ലിസിന്റെ ഖ്യാതി വളരണമേ അല്ലാഹ്. ദിക്കുകളും കടന്ന് അഷ്ടദിക്കുകളും കടന്ന് ഈ മജ്‌ലിസിന്റെ ഖ്യാതി വളരണമേ റബ്ബേ. അല്ലാഹുവേ, ആകാശത്തെ രാജകുമാരന്മാർ ഈ മജ്‌ലിസിനെ പറ്റി പറയണമേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഇതിൽ നിയത്ത് ചെയ്താൽ പോലും ഉദ്ദേശം സാധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ മക്കളെ സാലിഹാക്കണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഏതൊരാൾ എന്ത് നിയത്ത് ചെയ്താലും അല്ലാഹ് അല്ലാമുൽ ഗുയൂബേ, അവന്റെ ഉദ്ദേശം നീ അറിയുന്നവനാണ്. നീ സാധിപ്പിക്കണമേ അല്ലാഹ്. നീ സാധിപ്പിക്കണമേ അല്ലാഹ്. നീ സാധിപ്പിക്കണമേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക